അനീതികളിൽ ആറാടുന്ന ശത്രുക്കളെ നിഷ്പ്രഭമാക്കാൻ വലിയ ആയുധങ്ങൾ എന്തിന്? വെറും 2 കൈവിരലുകൾ പിണച്ചുവെച്ച് മർമ്മം പറഞ്ഞൊരു കുത്ത്, അത്രമാത്രം. 28 വർഷങ്ങൾക്ക് മുമ്പ് തിയേറ്ററുകളെ ഇളക്കിമറിച്ച സേനാപതി എന്ന സ്വാതന്ത്ര്യ സമര പോരാളി പുതിയ കാലത്ത് പുതിയ ഭാവത്തിൽ ഒരിക്കൽ കൂടി തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഇന്ത്യൻ സിനിമാ ലോകം അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഈ കാത്തിരിപ്പിന് തീവ്രതയേറും. കാരണം പിന്നിടുന്ന ഓരോ സിനിമകളിലും അന്നുവരെ മനുഷ്യസാധ്യമെന്ന് നാം കരുതിയ അതിമാന്ത്രികമായ പരീക്ഷണങ്ങൾ കൊണ്ട് നമ്മെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള സാക്ഷാൽ ഉലക നായകനാണ് നമ്മുടെ സേനാപതി. സാങ്കേതിക വിദ്യകൾ ഏറെ പിന്നിലായിരുന്ന 28 വർഷങ്ങൾക്ക് മുമ്പ് സാധിച്ചതിനേക്കാൾ 10 മടങ്ങ് മൂർച്ചയേറിയേക്കാം 2024 സേനാപതി. ഒരു മനുഷ്യന് സിനിമയിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന് നമ്മുടെ ചിന്തകൾക്കും മീതെയാണ് കമൽഹാസന്റെ സിനിമാ പ്രവർത്തനത്തിന്റെ ആഴം. ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലുമായി അയാൾ കൈവെക്കാത്ത മേഖലകളില്ല. അപൂർവമായ പരീക്ഷണങ്ങളിലൂടെ കമൽഹാസൻ സഞ്ചാരങ്ങൾ ഇന്ത്യൻ സിനിമയ്ക്ക് മേലുള്ള ലോകത്തിന്റെ കാഴ്ചപ്പാടിനെ കൂടിയാണ് തിരുത്തിയത്. ഇന്ത്യൻ സിനിമയിലെ മുഖ്യധാരാ നായകന്മാരെല്ലാം ഹീറോയിസത്തിന്റെ സ്റ്റീരിയോ ടൈപ്പുകളിൽ തളം കെട്ടിക്കിടന്നപ്പോഴാണ് നിരന്തരം മാജിക്കുകൾ നിറഞ്ഞ ക്യാരക്ടറുകളുമായി എത്തി അയാൾ അവതാര പിറവികളുടെ ഉലക നായകനായിരുന്നു. കമൽഹാസൻ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായി മാറിയതിന് പിന്നിൽ അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളുടെ വൈവിധ്യ സ്വഭാവം തന്നെയാണ്. കമൽഹാസൻ എന്ന അതുല്യ പ്രതിഭ ഇന്ത്യൻ സിനിമയ്ക്ക് സമ്മാനിച്ച കഥാപാത്രങ്ങളുടെ വ്യത്യസ്തത എന്താണെന്ന് നോക്കാം. പാൻ ഇന്ത്യൻ എന്ന നിലയിൽ ആദ്യമായി അംഗീകരിക്കപ്പെട്ട സിനിമകളിൽ ഒന്നായിരുന്നു അപൂർവ സഹോദരങ്ങൾ. സിനിമയിൽ ട്രിപ്പിൾ റോളിലെത്തിയ കമൽ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയത് അതിലൊരു കഥാപാത്രത്തെ കുള്ളനായി അവതരിപ്പിച്ചായിരുന്നു. ഒരു സാങ്കേതിക വിദ്യയുടെ സഹായമില്ലാതെ ഒരു മുഴുനീള കഥാപാത്രത്തെ കുള്ളനായി അദ്ദേഹം അവതരിപ്പിച്ചത് ഇന്നും പ്രേക്ഷകർക്ക് ഒരു അത്ഭുതമാണ്. കമൽ കാലുമടക്കിയാണ് അഭിനയിച്ചതെന്നാണ് ചിലർ അന്ന് അഭിപ്രായപ്പെട്ടിരുന്നത്. എല്ലാ അർത്ഥത്തിലും കാലത്തിന് മുൻപേ സഞ്ചരിച്ച ഒരു മാസ്റ്റർ പീസ് വർക്ക് തന്നെയാണ് കമലിന്റെ അപൂർവ സഹോദരൻ. മനിതരുണർന്നു കൊള്ളേ ഇത് മനിതർ കാതലല്ലേ? ഈ ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഏത് ചിത്രമായിരിക്കുമെന്ന്. ഗുണശേഖരൻ എന്ന കഥാപാത്രമായി എത്തിയ കമൽ ഒരു മാനസിക രോഗിയായിട്ടാണ് ചിത്രത്തിലുടനീളം അഭിനയിച്ചത്. മാനസിക വിഭ്രാന്തിയുള്ള ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കുമെന്നത് അയാളുടെ സ്വഭാവം വളരെ സൂക്ഷ്മതയോടും തീവ്രതയോടും കൂടി പകർത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കമലിന് സാധിച്ചു. സിമ്പിൾ പരിപാടികൾ കമലിന് ഇഷ്ടമേ അല്ല. 1990 പുറത്തിറങ്ങിയ മൈക്കിൾ മദന കാമരാജനിൽ 4 കഥാപാത്രങ്ങളിലാണ് കമൽ എത്തിയത്. ഒരേപോലെ ഇരിക്കുന്ന 4 സഹോദരങ്ങളുടെ കഥയാണ് ചിത്രത്തിൽ കമൽ പറയുന്നത്. അദ്ദേഹം തന്നെ തിരക്കഥ രചിച്ച ചിത്രത്തിൽ ഏറെ വ്യത്യാസമുള്ള 4 കഥാപാത്രങ്ങളെയും വളരെ ഭംഗിയായി തന്നെ കമൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഹ്യൂമറിലൂടെ കഥ പറഞ്ഞു പോകുന്ന ചിത്രത്തിൽ വളരെ അനായാസമായ കോമഡിയും ഓരോ കഥാപാത്രങ്ങളുടെ തനതായ പെരുമാറ്റ രീതികളും ഭാഷാഭേദങ്ങളും അനുസരിച്ച് വ്യത്യസ്തത വരുത്താൻ കമൽ ഏറെ ശ്രദ്ധിച്ചിരുന്നു. ഏത് ചിത്രം തിരഞ്ഞെടുക്കുമ്പോഴും അതിനൊരു വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നടന്മാരൊരാളാണ് കമൽ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഔവേ ഷൺമുഖിലെ കഥാപാത്രം. പാണ്ഡ്യൻ എന്ന കഥാപാത്രത്തിൽ തുടങ്ങി പിന്നീട് വേഷം കെട്ടി വരുന്ന സ്ത്രീ കഥാപാത്രത്തിലാണ് കമൽ പ്രേക്ഷകരെ ഞെട്ടിച്ചത്. കോമഡിക്ക് പ്രാധാന്യമുള്ള ചിത്രത്തിൽ വളരെ രസകരമായ മുഹൂർത്തങ്ങൾ കമൽ പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നുണ്ട്. ഇനി അല്പം സൈക്കോ പരിപാടിയാകാം. 2001 പുറത്തിറങ്ങിയ ആളവന്താൻ എന്ന ചിത്രം ഏതൊരു സിനിമാ പ്രേമികൾക്കും ഒരു പാഠപുസ്തകമാണ്. കമൽ തിരക്കഥ രചിച്ച ചിത്രം സുരേഷ് കൃഷ്ണയാണ് സംവിധാനം ചെയ്തത്. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ജോണറിൽപ്പെടുന്ന ചിത്രത്തിൽ നായകനും വില്ലനും കമൽ തന്നെയാണ്. ഇതിലും 2 സഹോദരങ്ങളുടെ കഥയാണ് പറയുന്നതെങ്കിലും സിനിമയുടെ മേക്കിങ്ങിൽ വരുത്തിയ പുതിയ മാറ്റങ്ങൾ അക്കാലത്തെ ചിലരെ തൃപ്തിപ്പെടുത്തിയിരുന്നില്ല. മാത്രവുമല്ല ആളവന്താനിലെ ഒരു ആനിമേഷൻ ഫൈറ്റ് സീൻ ഹോളിവുഡ് സംവിധായകൻ ക്വിന്റിൻ ടാരാന്റിനോ ഇൻസ്പയർഡായി കിൽ ബിൽ എന്ന ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. സമ്മിശ്ര പ്രതികരണം നേടിയ ആളവന്താന് ഇപ്പോഴും ആരാധകർ ഏറെയാണ്. മുന്നപ്പിന്നെ തെരിയാതെ ഒരു പയ്യനുക്കാക കണ്ണീർ വിടറന്ത മനസ്സിരിക്കില്ല, അതാ കടവുൾ. ഈ ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ ഒരു ശരാശരി സിനിമാ പ്രേമിക്ക് മനസ്സിലാവും ഇത് ഏത് സിനിമയിലേതാണ്. കമൽഹാസൻ തകർത്തഭിനയിച്ച അൻപേ ശിവം എന്ന ചിത്രത്തിലെ ഒരു സുപ്രധാന ഭാഗത്തിലെ ഡയലോഗാണിത്. ദൈവം എന്നാൽ എന്ത്, മനുഷ്യർ തന്നെയാണ് ദൈവം എന്ന് ഓരോ സീനിലും എടുത്തു പറയുന്ന ഈ ചിത്രം തമിഴ് സിനിമയിലെ എപ്പോഴത്തെയും ഒരു മാസ്റ്റർ പീസ് വർക്കാണ്. സുന്ദർ സി സംവിധാനം ചെയ്ത ചിത്രത്തിന് കമൽ തന്നെയാണ് തിരക്കഥ രചിച്ചത്. ഒരു അപകടത്തിന് ശേഷം ശാരീരിക വൈകല്യമുള്ള നല്ല ശിവം എന്ന കഥാപാത്രമായിട്ടാണ് കമൽ അഭിനയിച്ചത്. ബോക്സ് ഓഫീസിൽ അത്ര വിജയം കൈവരിക്കാൻ സാധിച്ചില്ലെങ്കിലും ഏതൊരു സിനിമാ പ്രേമിക്കും വളരെ പ്രിയപ്പെട്ടതാണ് ഈ സിനിമ. 2-3 റോളുകൾ ചെയ്ത് മടുത്ത കമൽഹാസൻ അതിനൊരു ത്രില്ലില്ലെന്ന് മനസ്സിലാക്കിയിരിക്കാം. 10 കഥാപാത്രങ്ങളുമായി ഒരു സിനിമയിൽ അയാളെത്തി. KS രവികുമാർ സംവിധാനം ചെയ്ത ദശാവതാരം. ഇപ്പോഴും ഏതൊരു പ്രേക്ഷകനും അത്ഭുതമായി തോന്നുന്ന ചിത്രമാണ് ദശാവതാരം. ഒരു നടൻ 10 കഥാപാത്രങ്ങൾ ഒരു ചിത്രത്തിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ്. അതെല്ലാം താണ്ടി അതിഗംഭീര പ്രകടനമാണ് കമൽ സ്ക്രീനിൽ എത്തിച്ചത്. ഓരോ കഥാപാത്രങ്ങൾക്കും വ്യത്യസ്ത ഭാഷാശൈലി, മേക്കപ്പ്, സ്വഭാവത്തിലും മാനരസത്തിലും വരുത്തേണ്ട മാറ്റങ്ങൾ ഇതെല്ലാം വളരെ ഭംഗിയായി തന്നെ കമൽ ചെയ്തു എന്നതിലാണ് കാര്യം.
മികച്ച വിജയം നേടിയ ചിത്രം ഇപ്പോൾ കാണുമ്പോഴും ഒരു പുതുമ തോന്നുമെങ്കിൽ അവിടെയാണ് ആ ചിത്രത്തിന്റെ യഥാർത്ഥ വിജയം. നൗ ഇറ്റ്സ് ടൈം ഫോർ സേനാപതി. ശങ്കർ എന്ന ബ്രഹ്മാണ്ഡ സംവിധായകൻ സേനാപതിയായി ആദ്യം മനസ്സിൽ കണ്ടത് രജനീകാന്തിനെയായിരുന്നു. പക്ഷേ രജനിക്ക് ചിത്രം ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെയാണ് കമലിലേക്ക് ഇന്ത്യൻ എന്ന ചിത്രം എത്തുന്നത്. താൻ മനസ്സിൽ കണ്ടതിൽ മേലെയുള്ള ഒരു സേനാപതിയാണ് കമൽ തനിക്ക് തന്നതെന്ന് ശങ്കർ ഒരിക്കൽ പറയുകയുണ്ടായി. പ്രായമുള്ള ഒരു മുത്തശ്ശനായും അദ്ദേഹത്തിന്റെ മകനായും 2 റോളിലാണ് കമൽ ഇന്ത്യനിൽ പ്രത്യക്ഷപ്പെട്ടത്. മേക്കപ്പിലൂടെയും അദ്ദേഹത്തിന്റെ അഭിനയ പ്രാവീണ്യം കൊണ്ടും സേനാപതിയെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ കമലിന് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. കമൽഹാസനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം സിമ്പിൾ. നിരവധി പരീക്ഷണങ്ങളും വ്യത്യസ്തതയും തമിഴ് സിനിമയിൽ കൊണ്ടുവന്ന കലാകാരനാണ് കമൽഹാസൻ. അദ്ദേഹം ഇനി ചെയ്യാൻ ബാക്കിയുള്ളത് എന്താണെന്ന് ആർക്കും അറിയില്ല. കാരണം മുൻകാലങ്ങളിലെ അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും കഥാപാത്രങ്ങളും ഇപ്പോഴും പുതുമ നൽകുന്നതാണ്. സിനിമ സ്വപ്നം കാണുന്നവർക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കമൽഹാസന്റെ സിനിമകൾ ഒരു വലിയ പാഠപുസ്തകമാണെന്ന് ഒട്ടുമിക്ക സംവിധായകരെല്ലാവരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് സത്യമാണെന്ന് അദ്ദേഹത്തിന്റെ ഓരോ സിനിമകൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാകും. കമലിന്റെ ഏറ്റവും സ്റ്റാർ വാല്യൂ ഉള്ള കഥാപാത്രമായ സേനാപതി വീണ്ടും എത്തുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഉറപ്പാണ്.